പതിതന്റെ പാട്ടിലും പരിശുദ്ധ ഭാവമായി നിറയുന്ന പുണ്യമേ പരമദയാനിധേ ത്യാഗമായി സ്നേഹമായി ഏകരക്ഷാമാർഗമായി പാപഭൂമിൽ വീണു കേഴും ദുഃഖിതന്റെ നാഥനായി ഈ യാചന കേൾക്കുമോ ഈ വേദന
നിനക്ക് സ്തുതിയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കുവാൻ ഭാര്യമാർക്ക് കഴിയും. നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവേൻ. സ്ത്രീ ബലഹീന മാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശിനി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവേൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമൊന്നും ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടിയാണ്. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞിൽ നിന്ന് പോയപ്പോൾ യേശുവിന്റെ അമ്മ അവളോട് പറഞ്ഞു, അവൾക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കുമെന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുന്നു. യഹൂദരുടെ ശുദ്ധീകരണത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം മക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുവരുമെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കൂടിയ പരിചാരകൻ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും എത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. വിവാഹ സമയത്ത് തൻ്റെ ദൈവം തൻ്റെ മക്കളെ കൂട്ടിക്കൊണ്ടുവന്ന് പരസ്പരം ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് വിവാഹം. എന്നിട്ട് ദൈവം അവരെ തന്റെ ജോലിയെ സൃഷ്ടികർമ്മത്തിൻ്റെ ജോലിയെ ഏൽപ്പിച്ച് പരിപാലനത്തിൻ്റെയും രക്ഷയുടെയും സകലത്തിൻ്റെയും ഗുണമസ്ഥാവകാശം മനുഷ്യനെ ഏൽപ്പിച്ചിട്ട് ദൈവം സ്വസ്ഥനായി എന്ന് നമ്മൾ ചിത്രമെടുക്കുവാൻ അവരുടെ രക്തവും അവരുടെ ജീവനും അവരുടെ സർവസ്വവും കൊടുത്ത് വളർത്തിയ ഈ മക്കളെ, നമ്മുടെ സൂക്ഷ്യത്തിൽ ഏൽപ്പിച്ച മക്കളെ തമ്പുരാന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. പ്രായപൂർത്തിയായപ്പോൾ
നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് ദൈവം സ്വീകരിക്കുന്ന വലിയ നിമിഷമാണ് ഈ നിമിഷം. നിങ്ങളെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ ഇടവക കുടുംബത്തിൻ്റെ നിങ്ങളുടെ ബന്ധുമിത്രാദികളുടെ എല്ലാവരുടെയും പേരിൽ തമ്പുരാന്റെ കയ്യിൽ നിങ്ങളെ ഏൽപ്പിക്കുന്നു. നിങ്ങളെടുക്കുന്ന തീരുമാനത്തിൽ എന്തെങ്കിലും ഉറച്ചു നിൽക്കുവാനും തമ്പുരാന്റെ കയ്യിൽ നിങ്ങളെ സ്വയം ഏൽപ്പിക്കുന്ന ആ നിമിഷം വരെ മരണം വരെ സന്തോഷവും സമാധാനവുമായിട്ട് ജീവിക്കുന്ന കർത്താവിന് സർവശക്തനായ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതിനു വേണ്ടിയാണ് പറയുന്നത്, പാപമോചനത്തിന് വേണ്ടി, നിത്യരക്ഷയ്ക്ക് വേണ്ടി. അപ്പോൾ വീഞ്ഞും വെള്ളവും അല്ലെങ്കിൽ രോഗവും അപ്പവും കർത്താവിന്റെ ശരീരങ്ങളായി മാറുമ്പോൾ കാഴ്ചയിൽ വീഞ്ഞായിട്ട് അപ്പമായിട്ട് കാണുന്നെങ്കിലും അത് മിശിഹായുടെ തിരിച്ചറിയങ്ങളായി മാറുന്നതുകൊണ്ട് ഈ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഭർത്താവ് ഭാര്യയ്ക്കും പാപമോചനമായി തീരണം, നിത്യരക്ഷയായി തീരണം. കൈപിടിച്ച് നടത്തുന്ന സഹോദരിയായിട്ട്, ജീവിത പങ്കാളിയായിട്ട്, അമ്മയായിട്ട്, അപ്പനായിട്ട് മാറുമ്പോഴാണ് കുടുംബജീവിതം സന്തോഷകരമാണ്. പങ്കാളിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, എന്ത് കൊടുക്കുവാൻ സാധിക്കും, എന്ത് ചെയ്യുവാൻ സാധിക്കും, ക്ഷമിക്കുവാനും മറക്കുവാനും പൊറുക്കുവാനും കുറവുകളെ മനസ്സിലാക്കുവാനും തിരുത്തുവാനും സമാധാനം എന്നും ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യം പ്രിയ സഹോദരങ്ങളെ മറന്നു പോകാതിരിക്കുക. എനിക്ക് നിങ്ങളുടെ പങ്കുചേരുവാനും സഹകരിക്കുവാനും സ്നേഹിക്കുവാനും സഹായിക്കുവാനും ക്ഷമിക്കുവാനും പൊറുക്കുവാനും യേശുവിനെ പോലെ ജീവിത പങ്കാളിയെ തന്നത്തിലാക്കുമ്പോഴാണ് വിവാഹ ജീവിതം വിജയകരമായി തീരുന്നത് എന്നുള്ള കാര്യം മറന്നു പോകാതിരിക്കുക. അത് എനിക്ക് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ പരിശുദ്ധകുമാരിയായി മാറണം, സ്വയം ഇല്ലാതായി തീരണം. അത് തീർന്നു കഴിയുമ്പോൾ ഭൂമിയിൽ നിങ്ങളുടെ കുടുംബക്കാരികളോട് പറയുവാനുള്ളത്, സുവിശേഷത്തിൽ നിന്ന് വായിച്ചു കേട്ടു കാനായിലെ കല്യാണത്തിന്റെ പരിശുദ്ധ അമ്മ എല്ലാവരും വിദ്യ കുടിച്ചിങ്ങനെ നടന്നപ്പോൾ അമ്മ നോക്കിയത് എന്താണെന്ന് അറിയാമോ? ആ കുടുംബത്തിന്റെ സമാധാനമാണ്. നിങ്ങളോട് പറയാനുള്ളത്, ഇവരുടെയും വീനിയുടെയും മാതാപിതാക്കളോടും ബന്ധുമിത്രാദികളോടും പറയാനുള്ളത്, ഇവരുടെ ജീവിതത്തെ മാറി നിന്ന് കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത്. അവർക്ക് വീഞ്ഞില്ല എന്ന് ഈ ജീവിതം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ അനുഭവിച്ചു പോകുന്നവരാണ്. കുടുംബജീവിതം നല്ലവനായി ദൈവം ഏൽപ്പിച്ചു കൊടുത്തിട്ട് മാറി നിൽക്കുകയല്ല ചെയ്തത്. അവർ മാറി പോയി കഴിഞ്ഞപ്പോൾ അവന്റെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് നീ എവിടെയാണെന്ന് ചോദിക്കുന്ന ഒരു സ്വർഗീയ പിതാവിനെ നമ്മൾ കാണുന്നു. തന്റെ സാന്നിധ്യത്താൽ നിന്റെ സഹായത്തിൽ ആശ്രയിച്ചും ദിവ്യ സാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥനാനിരതരായി ജീവിക്കുവാൻ ഈ കുദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ മൗനമായി പ്രാർത്ഥിക്കാം. സ്വന്തമാനത്തോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മിക്കോയെ നിന്റെ ഭർത്താവായി നീ സ്വീകരിക്കുന്നുവോ? നിങ്ങളുടെ ഈ വിഭാഗം വഴിക്ക് സാധ്യമാണല്ലോ. യാക്കോബിന്റെയും നിങ്ങളോടുണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി ഈ കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായി ശ്രമിക്കുക. നിങ്ങളുടെ വിവാഹബന്ധത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. വിശ്വാസത്തിനും സ്നേഹത്തിനും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവമായി ശ്രദ്ധിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇത്
കർത്താവേ, ഈ മന്ത്രപടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണം പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രപ്പണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചുകൊള്ളാമെന്ന് ഈ വിശുദ്ധ സുവിശേഷം സാക്ഷ്യമാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. സഹോദരരെ, നിങ്ങൾ തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കുകയും സർവശക്തനായ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിൻ്റെ വരത്താലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാകട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും രക്ഷകനുമായി തീരട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് സന്നദ്ധതയായിരിക്കട്ടെ. മാനസികവും ശാരീരിക